രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു തീപ്പൊരിയ യുവനേതാവ് പെട്ടെന്ന് കോൺഗ്രസിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു നാവായി മാറുന്നു. അപ്രതീക്ഷിതമായൊരു പതനം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പതനത്തിൽ വ്യക്തിപരമായി VS ജോയിയുടെ പ്രതികരണം എന്താ, ഫീൽ എന്താ? അല്ല, രാഹുൽ കോൺഗ്രസിൻ്റെ നല്ല ഒരു വാഗ്ദാനമായിരുന്നു. വളർന്നു വന്നു, പാർട്ടി ഒരുപാട് അവസരം കൊടുത്തു, കോൺഗ്രസിന് നല്ലൊരു അസറ്റായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ചില ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ വന്നു. സ്വാഭാവികമായും പൊതുപ്രവർത്തന രംഗത്ത് കുറച്ച് മാറിക്കേണ്ടി വരും. ഇത് പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുമായിരിക്കും. അദ്ദേഹം കഴിവ് തെളിയിച്ച ആളാണ്. തീർച്ചയായും അദ്ദേഹം നിരപരാധിത്വം തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹം തിരിച്ചു വരുന്നതിനാണ് ഒരു വ്യക്തിപരമായ എൻ്റെ പ്രതീക്ഷ. രാഹുൽ എന്ന ചാപ്റ്റർ നിങ്ങൾ ക്ലോസ് ചെയ്തോ? രാഹുലിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ വന്നല്ലോ. പാർട്ടി അതിനകത്ത് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. വളരെ സത്യസന്ധമായ, സുതാര്യമായ, എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാട് രാഹുൽ വിഷയത്തിൽ സ്വീകരിച്ചല്ലോ. ആ ചാപ്റ്റർ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വിജയസാധ്യതകളെ കാര്യമായി ബാധിച്ചു? ഇല്ല, അങ്ങനെ പ്രയാസമൊന്നും ഉണ്ടാവില്ല. കാരണം അതിനൊക്കെ അപ്പുറത്തുള്ള വലിയ തരംഗമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല താഴെത്തട്ടിൽ. ശബരിമല പോലെയുള്ള നീറുന്ന നൂറ് വിഷയങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പ് ചർച്ചയാവുകയാണ്. പിന്നെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള കേസുകൾ കൊണ്ടുവന്ന് പിണറായി വിജയനെതിരായി ആർക്കാണെങ്കിലും ഒന്ന് കണ്ടമിടറും അല്ലേ? കാരണം അങ്ങനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ് കേരളത്തിലെ പൊതുപ്രവർത്തകരുടെ മനസ്സിലെ, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിലെ, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലെ, അതല്ലാതെ കോൺഗ്രസെയും പ്രസ്ഥാനത്തെയും പിന്തുണക്കുന്ന ആളുകളുടെ മനസ്സിലെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അയാൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഘട്ടം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ആരും കരുതിയിട്ടില്ല. അങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലേക്കാണ് രാഹുലിന്റെ ജീവിതം മിന്നി മാഞ്ഞത്, അല്ലെങ്കിൽ മാറി മറിഞ്ഞത് എന്നുള്ളതാണ്. VS ജോയി എന്ന് പറയുന്ന മലപ്പുറം DCCയുടെ അനിഷേധ്യനായ നേതാവ്, അയാളുടെ തൊണ്ട ഇടറുകയാണ് അല്ലേ? വികാരാധീനനാകുകയാണ് അയാൾ. സ്വാഭാവികമല്ലേ? കാരണം അത്രയേറെ അതിന്റെ തെളിവെന്താണ്? അല്ലെങ്കിൽ ഈ പറയുന്ന തൊണ്ട ഇടറാനുള്ള കാരണം എന്താണ്? അത്രയേറെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സുകളിൽ ഇടം പിടിച്ചിരുന്നു എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ വീഴ്ച ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമുണ്ട്. ആ വീഴ്ച ഉൾക്കൊള്ളാൻ അത്ര വലിയ പ്രയാസമുണ്ട്. കാരണം അയാളുടെ കഴിവുകളും അയാളുടെ പ്രാപ്തിയും അത്രയേറെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിന്റെ നാവായി മാറിയ നേതാവ് അല്ലേ? നിങ്ങൾ എത്ര തവണ നിങ്ങൾ ആവർത്തിച്ച് കണ്ടിട്ടുണ്ടാവും പല ചാനലുകളിലും. ഒന്നും രണ്ടുമല്ല, പല ചാനലുകളിലും പല വിഷയങ്ങളിലും ഈ പാർട്ടിയെ, ഈ പ്രസ്ഥാനത്തെ പ്രതിരോധിച്ചുകൊണ്ട് അയാൾ നടത്തിയ വാക്കുകൾ കൊണ്ടുള്ള അഭിഷേകം, അല്ലെങ്കിൽ ഒരു അമ്മാനമാടുന്ന ഒരു അവസ്ഥ അല്ലേ? നമ്മളെല്ലാവരും കണ്ടതല്ലേ? എത്രയേറെ തവണ നമ്മളത് ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ട്രോളുകളിൽ രാഹുൽ മാങ്കൂട്ടം ട്രോള് ചെയ്യപ്പെടുന്നതല്ല നമ്മൾ കാണുന്നത്. രാഹുൽ കാരണം മറ്റുള്ളവരെ ട്രോൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു പലരായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോലും ഒരു വനിതാ നേതാവ്, CPMന്റെ വനിതാ നേതാവ് ഈ പറയുന്ന രാഹുലുമായിട്ടുള്ള ഒരു ചർച്ചയിൽ രാഹുൽ ഇങ്ങനെ വാരി വലിച്ച് ഭിത്തിയിലൊട്ടിക്കുന്നുണ്ട്. മുൻകാല CPMന്റെ സൈമൺ ബ്രിട്ടോയോ, CPM നേതാവിന്റെ ഭാര്യയാണെന്ന് എനിക്ക് തോന്നുന്നു, അവരുമായിട്ടുള്ള ഒരു ചർച്ച ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയാണ്. അങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ എത്ര തവണ JC തോമസ്, VK സനോജ്, വസീഫ്, അനിൽകുമാർ, അങ്ങനെ തുടങ്ങി സഖാക്കളായവരും സംഘികളായവരുമായ എല്ലാ എണ്ണത്തിന്റെയും അണ്ണാക്കിൽ പിരിവെട്ടുന്ന രീതിയിലുള്ള വാക്ചാതുര്യം കൊണ്ട് കേരളത്തിന്റെ മനസ്സുകളിലേക്ക് ഇടം പിടിച്ച നേതാവാ രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളൊന്ന് വീഴുമ്പോ തൊണ്ട ഇടറിയില്ലെങ്കിൽ, കണ്ടമിടറിയില്ലെങ്കിൽ, വികാരാധീനനായിട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. അത് തന്നെയാണ് VS ജോയിക്കും പറ്റുന്നത്. സ്വാഭാവികമായിട്ടും ഈ VS ജോയിയോട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിഗത അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്.
അയാളുടെ കണ്ടമിടറുകയാണ്, അയാൾ വികാരാധീനനാവുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു ദൃശ്യമാധ്യമത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അയാൾ അത്രമാത്രം വികാരാധീനനായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അളന്ന് നോക്കൂ സഖാക്കളെ. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണോ ഇങ്ങനെ ഒരു സ്നേഹം കേരളത്തിലെ പൊതുസമൂഹം തുറന്നു തന്നിട്ടുള്ളത്? ആർക്കാണ്? ഒരുത്തനും കിട്ടിയിട്ടില്ല. അതിനുള്ള കാരണം എന്താ? നിങ്ങൾ ഒരുത്തനും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സ് തൊട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാഹുൽ മാങ്കൂട്ടം മരിച്ചു പോയതല്ല, അയാൾ ഒന്ന് വീണ് പോയതിനാണ് ഇത്രയധികം തൊണ്ടയിടറുന്നത്, ഇത്രയധികം വികാരാധീനനാവുന്നത്. സ്വാഭാവികമല്ലേ? അല്ലേ? ഞാനൊക്കെ നിരന്തരമായിട്ട് രാഹുലിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അയാൾ നിയമത്തിന്റെ മുന്നിൽ, ജനങ്ങളുടെ കോടതിക്ക് മുന്നിൽ, ജനകീയ കോടതിക്ക് മുന്നിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് അയാൾ വിളിച്ചു പറഞ്ഞപ്പോ അതും വിശ്വസിച്ചിട്ട് അയാൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പലപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്, പ്രിയപ്പെട്ട രാഹുലെ, നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന്. കാരണം അത്രമേൽ അയാളെ സ്നേഹിച്ചു പോയി എന്നുള്ളതാണ്. ഇത് എന്റെ മാത്രം അവസ്ഥയല്ല കേട്ടോ. ഇപ്പോ കോൺഗ്രസിന്റെ വലിയ നേതാവ്, DCCയുടെ അനിശ്ചിതനായ നേതാവ്, മലപ്പുറം ജില്ലയിലെ VS ജോയി എന്ന് പറയുന്നത്, ആ VS ജോയിയുടെ കണ്ടമിടറിയിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് വാക്കുകൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ എത്ര അമ്മമാരാണ്, സഹോദരിമാരാണ് ഈ പറയുന്ന രാഹുലിന് വേണ്ടി പ്രാർത്ഥിച്ചും അയാളുടെ തിരിച്ചുവരവും ആഗ്രഹിച്ചും കഴിയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ സംസാരിക്കുന്ന പല വീഡിയോകളിലും, എല്ലാ വീഡിയോകൾക്കും താഴെ എത്രയധികം സ്ത്രീകളാണ് നിരന്തരമായി രാഹുലിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയും രാഹുലിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ് നമുക്ക് തെളിയിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യുവജന നേതാവിന്റെ സ്ഥാനം അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഹൃദയങ്ങളിലാണെന്ന് ഈ ജനം അടിവരയിടുകയാണ്. ഒരു സംസ്ഥാന നേതൃത്വത്തിൽപ്പെടുന്ന BCCയുടെ അധ്യക്ഷനായി അല്ലെങ്കിൽ അതിന്റെ നേതൃപദവിയിലുള്ള ഒരു VS ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പോലും കണ്ടമിടറുന്നുണ്ടെങ്കിൽ അയാൾ എത്രമാത്രം രാഹുലിനെ സ്നേഹിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് VS ജോയിയുടെ മാത്രം കാര്യമാണോ? അല്ല, ഒരിക്കലുമല്ല. ഇത് കേരളത്തിലുള്ള ഒരുപാടധികം ജനങ്ങളുടെ വികാരമാണ് ജോയിയിലൂടെ നമ്മൾ കാണുന്നത്, നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയധികം വരുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് ഇത്തരത്തിൽ രാഹുലിനെ വലിയ പിന്തുണ നൽകുന്നത്. അവർ രാഹുലിനെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. എത്ര പേർ വലിയ സങ്കടത്തിലാണെന്നറിയാമോ? കാരണം രാഹുൽ ഇങ്ങനെ പോയി ചാടുമെന്നോ അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഘട്ടം ഉണ്ടാകുമെന്നോ പലരും സങ്കല്പിക്കാൻ പോലും പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് അവരുടെ വലിയ ദുഃഖത്തിന്റെ കാരണം എന്നുള്ളത് തന്നെ അത് തന്നെയാണ്. അപ്പോ രാഹുലിന്റെ തിരിച്ചുവരവ് ജോയി പറഞ്ഞതുപോലെ അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് അയാൾ ഈ നേതൃസ്ഥാനത്തേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവും അത് പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അയാളുടെ കഴിവുകളും അയാളുടെ വ്യക്തിപ്രഭാവവും അയാളുടെ ജനസമ്മതിയും ജനപിന്തുണയും അത്തരത്തിലാണെന്നേ. ആരൊക്കെ എത്രയൊക്കെ വേട്ടയാടാൻ ശ്രമിച്ചാലും, അതിന് മാധ്യമങ്ങൾ കൂട്ടുനിന്നാലും, സ്റ്റോറികളും തലക്കെട്ടും ഇറക്കിക്കൊണ്ട് രാഹുലിനെ വെട്ടിവീഴ്ത്താൻ ആരൊക്കെ ശ്രമിച്ചാലും അയാൾ അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് തിരിച്ചെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. ആ തിരിച്ചുവരവ് എത്രയും പെട്ടെന്നുണ്ടാവണേ എന്നാണ് പ്രാർത്ഥന, എന്നാണ് ആഗ്രഹം. അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലൊരു നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിലെ നമ്മളും ഞാനും നിങ്ങളും കേരളത്തിന്റെ പൊതുസമൂഹവും ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് എവിടെ വെച്ചാണ്? ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ മുഖമായിട്ട് പലപ്പോഴും കോൺഗ്രസിന്റെ കാര്യങ്ങൾ പറയാൻ, ന്യായങ്ങൾ പറഞ്ഞ് പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത, കെൽപ്പില്ലാത്ത പല എണ്ണം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഇങ്ങനെ ഇളിപ്യരായി ഇറങ്ങിപ്പോകുമ്പോ അയ്യോ ഇതാണ് എൻ്റെ പാർട്ടിയുടെ അവസ്ഥ എന്ന് നമ്മൾ സഹതപിച്ചെടുത്താണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യുവാവിന്റെ ജനനം ഉണ്ടാകുന്നത്, അയാൾ ഉദിച്ചുയരുന്നത്. അയാളുടെ കഴിവ്, അയാളുടെ പ്രാപ്തി, അയാളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഈ വാക്കുകളൊക്കെ കേരളത്തിന്റെ സമൂഹത്തിന്റെ നെഞ്ചിലേക്കാണ്, ഹൃദയത്തിലെയാണ് തൊട്ടത്.
അവർ കാതുകൊണ്ട് കേട്ട് മറുകാതുകൊണ്ട് വിട്ടുകളയുകയല്ല ചെയ്തത്. ഈ കാതുകൊണ്ട് കേട്ടതിനെ അവർ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവ് തന്നെ ഉദയം കൊള്ളുന്നത്. അവിടെ രാഹുലിന്റെ മുന്നിൽ വീണുപോയ ഒരുപാടധികം സഖാക്കളും സംഘികളുമുണ്ട്. അവരൊക്കെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്നതാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ യുവജന നേതാവിനെ വെട്ടി വീഴ്ത്തണമെന്നുള്ളത്. അങ്ങനെ തുടങ്ങിയതാണ് ഈ ഗൂഢാലോചന. ഇന്നിപ്പോ 8 വർഷക്കാലങ്ങൾക്കിപ്പുറം ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി പറയുമ്പോൾ ആ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് ദിലീപ് പറയുന്നുണ്ട്, എന്നെ ഇതിൽ പ്രതിയാക്കാൻ ചിലർ നടത്തിയ നീക്കങ്ങളാണ് ഗൂഢാലോചന, തന്നെ പ്രതിയാക്കാനാണ് ഗൂഢാലോചന നടന്നിരിക്കുന്നത് ഈ ദിലീപ് പറയുമ്പോ നാളുകളിൽ രാഹുലിനെതിരെയും ഇത്തരത്തിൽ ഗൂഢാലോചനകൾ ഉണ്ടെന്നുള്ളത് കാലം തെളിയിക്കും. ഈ കാലചക്രം അങ്ങനെ ഒന്നിനും പകരം ചോദിക്കാതെ ഉത്തരം പറയിക്കാതെ കറങ്ങി തിരിയുമെന്ന് ഞാൻ കരുതുന്നില്ല.